എല്ലാവർക്കും പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ ബേസ് എല്ലാം ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ബേസായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ന്യൂക്ലിയർ പവർ എഞ്ചിനീയറിങ്, അതുപോലെ ന്യൂക്ലിയർ റിയാക്ഷനെ കുറിച്ചാണ്. അതായത് പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് ന്യൂക്ലിയർ ഫ്യൂഷനും അതുപോലെ ന്യൂക്ലിയർ ഫിഷനും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണെന്നും ഫ്യൂഷൻ എന്താണെന്നും ഫിഷൻ എന്താണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ന്യൂക്ലിയർ ഫിഷനാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ന്യൂക്ലിയർ ഫിഷനാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഹീറ്റ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഒരു ഫിഗർ വെച്ച് നമ്മൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ആനിമേഷൻ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ആനിമേഷനിലേക്ക് പോകാം. സ്ക്രീനിൽ നമുക്കൊരു അറ്റോമിക് ന്യൂക്ലിയസ് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഫിഷൻ റിയാക്ഷനാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഫിഷനിൽ നമ്മൾ യുറേനിയം 235 എന്ന് പറയുന്ന ഈ ഒരു ന്യൂക്ലിയസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളവിടെ ഫ്യൂവലായിട്ട് യുറേനിയം 235 ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ന്യൂക്ലിയസ് അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു യുറേനിയം 235ൻ്റെ ന്യൂക്ലിയസിനകത്തേക്ക് നമ്മൾ ഒരു ന്യൂട്രോൺ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മേലേക്ക് ചെന്ന് സ്ട്രൈക്ക് ചെയ്യും. ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ആ ഒരു ന്യൂട്രോൺ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റായിട്ട് ചെയിൻ റിയാക്ഷനാണ് പിന്നെ സംഭവിക്കുന്നത്. ഇതിനാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷനായിട്ടുള്ള ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂട്രോൺ, ഒരു ആക്സിലറേറ്റഡ് ന്യൂട്രോൺ നമ്മൾ ന്യൂക്ലിയസിൻ്റെ മേലെ ചെന്ന് അടിക്കുന്ന സമയത്ത് അത് ക്രിപ്റ്റോണും ബാരിയവുമായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അതിൻ്റെ കൂടെ തന്നെ ന്യൂട്രോൺസും ജനറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഒരു ഹൈ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു ഹീറ്റ് എനർജി ആയിരിക്കും നമ്മൾ ആ ഒരു ടർബൈൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിനകത്ത് ആ ഒരു വാട്ടറിന് ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, കാരണം നമ്മുടെ ഫിഷനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ആ ഒരു ചെയിൻ റിയാക്ഷൻ കണ്ടിന്യൂസ് ആയി നടക്കുമ്പോൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഹീറ്റ് എനർജിയും അതുപോലെ തന്നെ ന്യൂട്രോൺസിനെയും ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതാണിപ്പോൾ ന്യൂക്ലിയർ ഫിഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വീണ്ടും കാണുന്നതായിരിക്കും ക്രിപ്റ്റോണും KR എന്ന് പറഞ്ഞ ക്രിപ്റ്റോണും BA എന്ന് പറഞ്ഞ ബാരിയും ആണ്. പിന്നെ സ്മോൾ ലെറ്റർ NH കാണിച്ചുള്ള ന്യൂട്രോൺസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂക്ലിയർ ഫിഷനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്കൊക്കെ നമ്മൾ വഴിയെ എന്ത് ചെയ്യും, നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നമ്മുടെ ന്യൂക്ലിയർ ഫിഷനെ നമുക്കൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ആനിമേഷൻ ശ്രദ്ധിക്കുക. ഒരു ആപ്പിൾ എടുത്ത് അതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ രണ്ടായി സ്പ്ലിറ്റാക്കി. ഓക്കെ, അതായത് ഇവിടെ കത്തിയാണ് അല്ലെങ്കിൽ ആപ്പിളാണ് ഇവിടെ യുറേനിയം ആറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് സങ്കല്പിക്കുക, ആപ്പിൾ യുറേനിയം ആറ്റമാണ്, കത്തി എന്താണ്, ഒരു ന്യൂട്രോണായി സങ്കല്പിക്കുക. അപ്പോൾ കത്തി ആപ്പിളിൻ്റെ മേലെ ചെന്ന് ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ആപ്പിൾ രണ്ടായി സ്പ്ലിറ്റായിട്ട് അവിടെ ചെയിൻ റിയാക്ഷൻ സംഭവിക്കുന്ന പോലെ നമുക്ക് സങ്കല്പിച്ചാൽ നമുക്ക് ഒന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു എനോർമസ് എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ ഫിഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, യുറേനിയം ഇവിടെ കാണുന്ന പോലെ പ്ലൂട്ടോണിയം ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസാണ്. പ്ലൂട്ടോണിയം 239 അതുപോലെ യുറേനിയം 235 ഒക്കെ. ടർബൈൻ എന്താണ്, നമ്മൾ സ്റ്റീം ഉപയോഗിച്ച് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന നമുക്കവിടെ കാണുന്നുണ്ടായിരിക്കാം. ഇനി ഇവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ കാണുന്നുണ്ടായിരിക്കും. നമുക്കറിയാം ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയാൻ ഫ്യൂസ് ചെയ്യണമല്ലോ, രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ചേർന്നിട്ട് എന്ത് ചെയ്യണം, രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ചേർത്തിട്ട് നമ്മൾ പുതിയൊരു ഹെവി ആറ്റം അല്ലെങ്കിൽ പുതിയൊരു ന്യൂക്ലിയസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ആനിമേഷനിൽ ഒരാളുടെ കയ്യിൽ ആപ്പിളും ഓറഞ്ചും കാണിച്ചിട്ടുണ്ട്. ആപ്പിളും ഓറഞ്ചും കൂടി തമ്മിൽ കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യണം, അവിടെ പുതിയൊരു രൂപം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സണ്ണിലൊക്കെ സംഭവിക്കുന്ന ശരിക്കും ഈ ഒരു ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അതായത് നമ്മൾ മുന്നേ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രിറ്റിയം അതുപോലെ തന്നെ ഡ്യൂട്ടീരിയം തമ്മിൽ കൂട്ടിച്ചേർന്ന് അത് ഫൈനലി ഹീലിയമായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ,
ഇതാണ് നമ്മുടെ ഫ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടെണ്ണം കൂട്ടിച്ചേർത്ത് പുതിയത് ഉണ്ടാക്കുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇവിടെ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം പവർ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് യൂസ്ഡ് ടു മേക്ക് ഹൈഡ്രജൻ ബോംബ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ആറ്റോമിക് ബോംബ് അല്ലെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷനാണ്. ഓക്കെ, അവർ മാറിപ്പോണ്ട. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് ബോംബും അല്ലെങ്കിൽ ആറ്റം ബോംബും, ന്യൂക്ലിയർ ഫ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കാനാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് എ സോഴ്സ് ഓഫ് എനർജി ഇൻ ദ സൺ ആൻഡ് സ്റ്റാർ. നമുക്കറിയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സണ്ണിലും സ്റ്റാർസിലൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ന്യൂക്ലിയർ ഫ്യൂഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അത്രയും ജസ്റ്റ് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ്റെ യൂസേജിന് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ചിലപ്പോൾ 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്തൊക്കെയാണ് ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എവിടേക്കാണ് നമുക്ക് യൂസ് വരുന്നുണ്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ പറയുന്ന ഈ ന്യൂക്ലിയർ ഫിഷനും ഉണ്ട്, അതുപോലെ ഫ്യൂഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ ഫിഷൻ സാധ്യമാക്കുന്ന ആ ഒരു ഏരിയ ആണ് അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് ഡയഗ്രാംസ് കാണുന്നുണ്ടായിരിക്കും. ഇതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിനെ മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്രാംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒരു ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കാണുന്ന പോലെ ഇതിനകത്ത് വരുന്ന ഈ ഒരു ഭാഗമാണ് ശരിക്കും റിയാക്ടറിൻ്റെ ഭാഗം. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു വലിയൊരു സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ഒരു ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു ഭാഗമാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തായിട്ട് ഫ്യൂവൽ റോഡ്സ് ഉണ്ട്. അതിനകത്ത് ഫ്യൂവൽ റോഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചുള്ള യുറേനിയം 235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം പോലത്തെ ഫ്യൂവൽസൊക്കെ നമ്മൾ ഒരു എന്താ പറയുക ഒരു ചെറിയ ചെറിയ റോഡുകളാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മളതിനെ അതവിടെ കാണുന്ന പോലെ ഇതെല്ലാം ഫ്യൂവൽ റോഡ്സാണ്. ഇവിടെ കാണുന്നതായിരിക്കും ഫ്യൂവൽ റോഡ്സ്. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ഒരു റാൻഡമായിട്ടല്ല, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒരു റോ വൈസ് അല്ലെങ്കിൽ കോളം വൈസ് ഇങ്ങനെ ഓരോ ഈ ഒരു സ്ലോട്ടിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കാം. ഇവിടെ നോക്കുക, ശരിക്കും ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ. നേരത്തെ കണ്ട ഈ ഒരു ഭാഗം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറാണ്. അതിനകത്താണ് നമ്മുടെ ഫ്യൂവൽ റോഡ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതിനകത്ത് ഈ ഫ്യൂവൽ റോഡ്സ് ഈ സെൻറ്ററിൽ കാണുന്ന ഈ വെർട്ടിക്കൽ നിൽക്കുന്ന 4 കാര്യങ്ങളാണ് അവിടെ ഫ്യൂവൽ റോഡ്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഫ്യൂവൽ റോഡ്സിനകത്ത് ഉണ്ടാകുന്ന ശരിക്കും അതിൻ്റെ ഇൻറ്റീരിയർ സെക്ഷൻ വ്യൂ ആണ് ഇവിടെ കാണിച്ചുള്ളത്. ഓക്കെ, ഒരു ഇൻറ്റേർണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചുള്ളത്. ഫ്യൂവൽ റോഡ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഫ്യൂവൽ റോഡ്സ് ഇങ്ങനെ അടുക്കടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇതേപോലെ ഫ്യൂവലിൻ്റെ ഒരു ബണ്ടിൽ ഓഫ് റോഡ്സ് ഈ കാണുന്ന പോലെ ഓരോ റോഡ്സും കൂടി ചേർത്ത് ഇങ്ങനെയാക്കി മാറ്റും. ആ സാധനം എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഇൻസെർട്ട്. അങ്ങനെയാണ് ഫൈനലി ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓരോ ഫ്യൂവലിൻ്റെ പെല്ലറ്റുകളാണ്. ഓക്കെ, ഈ ഫ്യൂവലിൻ്റെ പെല്ലറ്റുകൾ നമ്മളിങ്ങനെ അടുക്കി വെച്ച് ഈ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റി അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് മാറ്റി അത് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ജസ്റ്റ് യുറേനിയം 235 അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഫ്യൂവൽ റോഡ്സ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച പോലെ യുറേനിയം 235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം 239 ഒക്കെ ആയിരിക്കും അവിടെ നമ്മൾ കോമൺ ആയിട്ട് ഫ്യൂവൽ റോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് എന്തായിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ച പോലെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുമ്പോൾ എന്തായിരിക്കും, ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നമ്മുടെ കൺട്രോൾ റോഡ്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ആരോ മാർക്ക് കാണിച്ചിട്ട് കൺട്രോൾ റോഡുകൾ. ഓക്കെ, ഇതാണ് നമ്മുടെ കൺട്രോൾ റോഡ്സ്. അത് ഓരോ ഫ്യൂവൽ പെല്ലറ്റിൻ്റെ ഇടയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൺട്രോൾ റോഡ്സിന് താഴേക്കും മേലേക്കും നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ആ കൺട്രോൾ റോഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, താഴേക്കും മേലേക്കും മൂവ് ചെയ്യിക്കാൻ പറ്റും. അതായത് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ റോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ കൺട്രോൾ റോഡ്സ് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ കാണുന്ന ആ ഒരു യുറേനിയം 235 ഫ്യൂവൽ റോഡ്സ് എന്തായിരിക്കും, ഇങ്ങോട്ടേക്ക് ഫിഷൻ ബ്രേക്കായി പോകും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു ഫിഷൻ പ്രോസസ്സ് എന്തായിരിക്കും, അവിടെ ബ്രേക്ക് ആകുമ്പോൾ എന്തായിരിക്കും, നമുക്ക് അങ്ങനെ ആ ഒരു പ്രോസസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, കൺട്രോൾ റോഡ്സ് താഴേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും, അവിടെ ഒരു ബൗണ്ടറി പോലെ വരികയാണ്. അല്ലെങ്കിൽ ഈ 2 ഫ്യൂവൽ റോഡിനിടയ്ക്ക് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ആകുമ്പോൾ എന്തായിരിക്കും, ഇവർ തമ്മിലുണ്ടാകുന്ന ഫിഷൻ സാധ്യമാവില്ല. അപ്പോൾ എന്തായിരിക്കും, നമുക്കവിടെ ആ ഒരു ഫിഷൻ പ്രോസസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ കൺട്രോൾ റോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്
മോഡറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. മോഡർ ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി അതിനകത്തൊരു മോഡറേറ്റർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇനി ഇവിടെ അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീം ജനറേറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന പോലെ ബ്ലൂ കളറിൽ കാണുന്ന പോലെ വാട്ടറാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ സ്റ്റീം ജനറേറ്ററിനകത്ത് അല്ലെങ്കിൽ ആ ബോയിലറിനകത്ത് വാട്ടറാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ എന്താ ഇവിടെ ഒരു റെഡിഷ് കളറിൽ അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ ഇവിടെ ഈ ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇവിടെ ഉണ്ടാകുന്ന ന്യൂക്ലിയർ ഫിഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയാണ് അവിടെ റെഡ് കളറിൽ ഉദ്ദേശിക്കുന്നത്. ആ ഹീറ്റ് എനർജി എന്ത് ചെയ്യും? നമ്മൾ ഈ കാണുന്ന കോയിൽ പൈപ്പ് വഴി ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആ ചുറ്റുമുള്ള ഈ ഒരു ബോയിലറിന് ചുറ്റുമുള്ള വാട്ടർ ഹീറ്റ് ആവുകയും ആ വാട്ടർ എന്ത് ചെയ്യും? സ്റ്റീമായിട്ട് ഇതുവഴി നമുക്ക് സാധാരണ നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ ടർബൈനകത്തേക്ക് സപ്ലൈ ചെയ്യുകയും അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുകയും ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും അതുപോലെ നമുക്ക് സാധാരണ പോലെ ആൾട്ടർനേറ്ററിലേക്ക് അതിൻ്റെ കപ്പിൾ ചെയ്ത് നമ്മുടെ ഷാഫ്റ്റ് കപ്പിൾ ചെയ്തിട്ടായിരിക്കും അതുവഴി എന്തായിരിക്കും നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ സ്റ്റീം ടർബൈനിൽ നിന്ന് എക്സോസ്റ്റ് ചെയ്യുന്ന പുറത്തേക്ക് വരുന്ന സ്റ്റീം എന്ത് ചെയ്യും? നമ്മൾ കണ്ടൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൂളിംഗ് ടവറിന് കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആ സ്റ്റീം കണ്ടൻസ് ചെയ്ത് വീണ്ടും വാട്ടറായിട്ട് കൺവേർട്ട് ആവും. ആ വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ബോയിലറിനകത്തേക്ക് സപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ കോമൺ ആയിട്ട് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു സ്റ്റീമിനെ വീണ്ടും വാട്ടർ ആക്കാനുള്ള ഭാഗമാണ് കണ്ടൻസർ. കണ്ടൻസർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ. നമ്മൾ മുന്നേ പഠിച്ച തന്നെയാണ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും വരുന്ന ഭാഗം നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ, നമ്മൾ സ്റ്റീം പവർ പ്ലാന്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ബോയിലർ ഉണ്ടായിരിക്കും, ബോയിലറിനകത്തേക്ക് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന ഹീറ്റ് ഏതാണ്? നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ബോയിലറിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ പഠിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിനി ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഓരോ പോയിൻറ്റ്സ് നോക്കാം. എ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺട്രോൾസ് ആൻഡ് ജനറേറ്റ്സ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസ് ടു പ്രൊഡ്യൂസ് ഹീറ്റ് എനർജി. നമ്മൾ പറഞ്ഞ പോലെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നതാണ് നമ്മൾ ആ ഒരു ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആർ ദ ഹാർട്ട് ഓഫ് ദ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അല്ലേ? നമുക്കറിയാം എന്താണ് ആ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. കാരണം അവിടെ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, അതുപോലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആർ പ്രൈമറിലി യൂസ്ഡ് ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷൻ, പ്രൊപ്പൾഷൻ ഇൻ ന്യൂക്ലിയർ സബ്മറൈൻസ് ആൻഡ് വാരിയസ് സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് അപ്ലിക്കേഷൻ. നമുക്കറിയാവുന്ന പോലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേഷനും അതുപോലെ തന്നെ ന്യൂക്ലിയർ സബ്മറൈൻസിൻ്റെ ഒക്കെ പ്രൊപ്പൾഷനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ അടുത്ത പോയിന്റ് നോക്കാം. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ജനറേറ്റ് പവർ ത്രൂ ദ മെക്കാനിസം ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ബൈ കമ്പൈനിങ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് വിത്ത് ദ റാങ്കൈൻ സൈക്കിൾ അല്ലേ? റാങ്കൈൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിൻ്റെ സൈക്കിളാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ഭാഗം ശരിക്കും എന്താണ്? സ്റ്റീം പവർ പ്ലാന്റിൻ്റെ ഭാഗമാണ് അല്ലേ? ബോയിലറും സ്റ്റീം ടർബൈനും അതുപോലെ തന്നെ കണ്ടൻസറും അതുപോലെ അൾട്ടർനേറ്ററും കൂളിംഗ് ടവറൊക്കെ എന്താണ്? നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടർ എന്ത് ചെയ്യാണ്? ഈ സ്റ്റീം പവർ പ്ലാന്റിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ റാങ്കൈൻ സൈക്കിളുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാക്കിയുള്ളത്? ആ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. The intensity of the heat energy produced by the reactor changes water into steam which turns a turbine and generator to generate power. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും? ആ ഒരു ഹീറ്റ് എനർജി ഉപയോഗിച്ച് നമ്മുടെ റിയാക്ടറിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ച് എന്ത് ചെയ്യും? വാട്ടറിനെ സ്റ്റീമാക്കി മാറ്റുകയും ആ സ്റ്റീം ടർബൈനിലേക്ക് സപ്ലൈ ചെയ്യുകയും ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും ടർബൈൻ ജനറേറ്റർ തമ്മിൽ കപ്പിൾ ചെയ്തിട്ടുണ്ടായിരിക്കും അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആറ്റംസ് ആർ ബേസിക്കലി ബ്രോക്കൺ ഡൗൺ ടു പ്രൊഡ്യൂസ് മോർ സ്മോളർ ആറ്റംസ് ഇൻ ന്യൂക്ലിയർ ഫിഷൻ പ്രൊഡ്യൂസിങ് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് എനർജി. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മൾ ഏത് ന്യൂക്ലിയർ റിയാക്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ന്യൂക്ലിയർ ഫിഷനാണ്, ഫ്യൂഷൻ അല്ല. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ ഹാപ്പൻസ് ഇൻസൈഡ് ദ ന്യൂക്ലിയർ പവർ പ്ലാന്റ് റിയാക്ടർ. നമ്മൾ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ഫിഷൻ എന്ത് ചെയ്യും? ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിനകത്ത് നടക്കും. അതുപോലെ ദ കോർ വിച്ച് കണ്ടെയ്ൻസ് യുറേനിയം ഫ്യൂവൽ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ കോർ ഓഫ് ദ റിയാക്ടർ. നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഫ്യൂവൽ റോഡ് എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന യുറേനിയം ഫ്യൂവലാണ്, അതിൻ്റെ ഒരു കോറാണ് അവിടെ യൂസ് ചെയ്യുന്നതായിരിക്കുക. സെറാമിക് പെല്ലറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് യൂസിങ് യുറേനിയം ഫ്യൂവൽ. നമ്മൾ പറഞ്ഞ പോലെ അതിന് അടിക്കടിക്ക് വെച്ചുള്ള സെറാമിക് പെല്ലറ്റ്സ് അല്ലെങ്കിൽ യുറേനിയം 235 ഫ്യൂവലിൻ്റെ സെറാമിക് പെല്ലറ്റ്സ് ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എവരി സെറാമിക് പെല്ലറ്റ് പ്രൊഡ്യൂസസ് അറൗണ്ട് എ സിമിലർ എമൗണ്ട് ഓഫ് എനർജി ഈക്വലൻ ടു 150 gallons ഓഫ് ഫ്യൂവൽ. ഓക്കെ, അപ്പോൾ ഒരു 150 gallons ഓഫ് ഫ്യൂവലിൻ്റെ എത്രത്തോളം എനർജി പ്രൊഡ്യൂസ് ചെയ്യുക അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എനർജി ആയിരിക്കും ഓരോ സെറാമിക് പെല്ലറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ ഒരു ഫ്യൂവൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഹീറ്റ് എനർജിയേക്കാളും എത്രയോ മടങ്ങ് വളരെ കൂടുതലാണ് നമ്മുടെ ആ ഒരു ഫ്യൂവൽ പെല്ലറ്റ് അല്ലെങ്കിൽ നമ്മുടെ സെറാമിക് പെല്ലറ്റ് അല്ലെങ്കിൽ യുറേനിയം 235 പോലത്തെ ന്യൂക്ലിയർ ഫ്യൂവൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹീറ്റ് എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ
അതുപോലെ ഞാൻ ഓർത്ത് വെക്കേണ്ടത് ദ ഫ്യൂവൽസ് ജനറലി യൂസ്ഡ് ഇൻ ദ റിയാക്ടർ ആർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുറേനിയം 235 ഉണ്ട്, യുറേനിയം 239 ഉണ്ട്, യുറേനിയം 233 ഉണ്ട്, 238 ഉണ്ട്, പിന്നെ TH എന്ന് പറഞ്ഞാൽ തോറിയാണ്, തോറിയം 290 ഉണ്ട്, പിന്നെ തോറിയം 232 ഉണ്ട്, അതുപോലെ പ്ലൂട്ടോണിയം ഉണ്ട്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂൽ റോഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നതായിരിക്കും ഫ്യൂൽ റോഡ്സ് ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ നെക്സ്റ്റ് നമ്മുടെ റിയാക്ടർ കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിൽറ്റ് ഓഫ് ഗ്രാഫൈറ്റ് ബ്രിക്സ് ഹാവിംഗ് ചാനൽസ് മെഷീൻഡ് ത്രൂ ദം. ദ കോർ ഈസ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ഈസ് പ്ലേസ്ഡ് ഓൺ എ ലാർജ് പ്രഷർ വെസൽ ടോട്ടലി എൻക്ലോസ്ഡ് ഇൻ എ തിക്ക് വാൾഡ് ഷീൽഡിംഗ് സ്ട്രക്ചർ ഓഫ് കോൺക്രീറ്റ് അബൌട്ട് 2 to 3 meters ഓഫ് തിക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു റിയാക്ടർ കോർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ വെച്ചിട്ടുണ്ടായിരിക്കുക ഒരു ഇവിടെ കാണുന്ന പോലെ ഒരു നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ അകത്തായിരിക്കും എന്തുണ്ടായിരിക്കുക, നമ്മുടെ റിയാക്ടർ കോർ അസംബിൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഉണ്ടാകുന്ന എനർജി ഒന്നും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആറ്റംസോ മോളിക്യൂൾസോ അല്ലെങ്കിൽ ന്യൂട്രോൺസോ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് ട്രാൻസ്ഫർ ആകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഹെവി സൈസിലുള്ള കോൺക്രീറ്റ് വാളായിരിക്കും നമ്മൾ ആ റിയാക്ടർ കോറിന് ചുറ്റും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. പിന്നെ നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ മോഡറേറ്ററാണ്. മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ നോക്കാം. ദ പർപ്പസ് ഓഫ് ദ മോഡറേറ്റർ ഈസ് ടു മോഡറേറ്റ് ഓർ സ്ലോ ഡൗൺ ന്യൂട്രോൺ സ്പീഡ് ടു എ വാല്യൂ ദാറ്റ് ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫിഷൻ പ്രോസസ്. നമ്മൾ നേരത്തെ കൺട്രോളോട് പറഞ്ഞ പോലെ തന്നെ മോഡറേറ്റർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, നേരത്തെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മോഡറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ഓർ സ്ലോ ഡൗൺ ന്യൂട്രോൺ സ്പീഡ്. ഇപ്പോൾ ന്യൂട്രോണിൻ്റെ സ്പീഡ് മോഡറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുകയാണ് നമ്മുടെ മോഡറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് സ്ലോ ഡൗൺ ചെയ്യുന്നതിനായിരിക്കും നമ്മുടെ ആ ഒരു ന്യൂക്ലിയർ ഫിഷനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ മോഡറേറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ ഒരു മോഡറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മോഡറേറ്റേഴ്സിൻ്റെ പേര്. നമുക്ക് എക്സാമിന് 1 മാർക്കിന് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതായത് ഗ്രാഫൈറ്റും ഹെവി വാട്ടറാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫൈറ്റ് ആൻഡ് ഹെവി വാട്ടർ ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസ് മോഡറേറ്റേഴ്സ്. അതുപോലെ ബെറിലിയം ആൻഡ് ഓർഡിനറി വാട്ടർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് മോഡറേറ്റേഴ്സ് വിത്ത് നാച്ചുറൽ യുറേനിയം ആൻഡ് എൻറിച്ച്ഡ് യുറേനിയം റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫൈറ്റും ഹെവി വാട്ടറും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ബെറിലിയം ഓർഡിനറി വാട്ടറും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കോമൺ ആയിട്ട് സാധാരണ രീതിയിൽ സാധാരണ മോഡറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഓർത്ത് വെക്കേണ്ടത് എന്താണ് മോഡറേറ്ററിൻ്റെ ഫംഗ്ഷൻ. ദ പർപ്പസ് ഓഫ് ദ മോഡറേറ്റർ ഈസ് ടു മോഡറേറ്റ് ഓർ സ്ലോ ഡൗൺ ന്യൂട്രോൺ സ്പീഡ് to a value that increases the probability of the fission process. അതുപോലെ ഓർത്ത് വെക്കേണ്ടത് മോഡറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാഫൈറ്റും ഹെവി വാട്ടർ ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസ് മോഡറേറ്റേഴ്സ്. ബെറിലിയം ആൻഡ് ഓർഡിനറി വാട്ടർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് മോഡറേറ്റേഴ്സ് വിത്ത് നാച്ചുറൽ യുറേനിയം ആൻഡ് എൻറിച്ച്ഡ് യുറേനിയം റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അടുത്ത് നമുക്ക് ഓർത്ത് വെക്കേണ്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ റോഡ്സിൻ്റെ ഫംഗ്ഷനാണ്. ദ കൺട്രോൾ ഓഫ് ദ ചെയിൻ റിയാക്ഷൻ ഇൻസൈഡ് ദ റിയാക്ടർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഇൻസേർട്ടിങ് കൺട്രോൾ റോഡ്സ് ഇൻ ടു ദ റിയാക്ടർ കോർ. നേരത്തെ പറഞ്ഞ പോലെ ആ കൺട്രോൾ റോഡ്സ് നമ്മുടെ റിയാക്ടർ കോറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ആ ഒരു ഫ്യൂൽ റോഡ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ഫിഷൻ ബ്രേക്ക് ആവും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഫിഷൻ റിയാക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ദ കൺട്രോൾ റോഡ്സ് ആർ മെയ്ഡ് വിത്ത് കാഡ്മിയം അല്ലെങ്കിൽ ഓർ ബോറോൺ ബിക്കോസ് കാഡ്മിയം ഈസ് എ സ്ട്രോങ് ന്യൂട്രോൺ അബ്സോർബർ. അപ്പോൾ നമ്മുടെ കൺട്രോൾ റോഡ്സ് അതിന് ഇടയ്ക്ക് പോകുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ ഇടയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ കൺട്രോൾ റോഡ്സ് ഉണ്ടായിരിക്കും. അതായത് കൺട്രോൾ റോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക എന്തുകൊണ്ടായിരിക്കും, കാഡ്മിയം അല്ലെങ്കിൽ ബോറോൺ പോലത്തെ ഇതിനുകൊണ്ടായിരിക്കും നമ്മുടെ കൺട്രോൾ റോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. സോ അതിന് ന്യൂട്രോൺ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ എന്തായിരിക്കും, അവിടുത്തെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ കഴിയും. വെൻ കൺട്രോൾ റോഡ്സ് ആർ പുഷ്ഡ് ഇൻ ടു ദ കോർ they absorb some of the neutrons and hence few neutrons are available for a chain reaction. അല്ലേ, അപ്പോൾ നമ്മൾ കൺട്രോൾ റോഡ്സ് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അവിടെ ഉണ്ടാകുന്ന കൺട്രോൾ റോഡ്സ് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യുകയും അവിടെ ചെയിൻ റിയാക്ഷനെ എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യും. However, when they are pulled out from the reactor core, more neutrons are available for the fission process. നമ്മൾ പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നത്, നമ്മൾ മേലോട്ട് വലിക്കുകയാണ് അല്ലേ, മേലോട്ട് പുൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ കൺട്രോൾ റോഡ്സിന് പുൾ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ നേരെ വിപരീതം സംഭവിക്കുന്നത് ന്യൂട്രോൺസിന് കൂടുതൽ ഇതിലേക്ക് അഡ്മിറ്റ് ആവുകയും അതുപോലെ തന്നെ അവിടെ ഫിഷൻ റിയാക്ഷൻ സ്പീഡ് ആവുകയും അല്ലെങ്കിൽ കൂടുതലായി നടക്കുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നല്ല, അങ്ങനെയാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഫ്യൂൾ റോഡ്സ്. ഇവിടെ ഈ യെല്ലോ കളറിൽ കാണുന്ന ഫ്യൂൾ റോഡ്സാണ്. ഓക്കെ, ഇനി മേലെ കാണുന്ന കൺട്രോൾ റോഡ്സ് കാണുന്നതായിരിക്കും. നമുക്ക് താഴേക്കും മേലേക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, ഇവിടെ കാണുന്നതായിരിക്കും ആ ഫ്യൂൽ റോഡ്സ്. അപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നു അല്ലേ, നോക്കുക, ഇപ്പോൾ മേലേക്ക് പോയി അല്ലേ, മനസ്സിലാവുന്നുണ്ടോ, അതിൻ്റെ ഇടയിലേക്ക് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് താഴേക്ക് വന്നു, ഇപ്പോൾ മേലേക്ക് പോയി. അപ്പോൾ താഴേക്ക് ഇറങ്ങുന്നതോറും എന്തായിരിക്കും, അവിടെ ഉണ്ടാകുന്ന ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടുത്തെ ഫിഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ
ഫ്യൂവൽ ലോഡ്സ് കൺട്രോൾ ലോഡ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ദ ഫ്യൂവൽസ് ജനറലി യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ പവർ ജനറേഷൻ ആർ യുറേനിയം 235 ഉണ്ട്, 238 ഉണ്ട്, 234 ഉണ്ട്, തോറിയം 232 ഉണ്ട്, പ്ലൂട്ടോണിയം 239 ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ മൊഡ്യൂളിന് അവസാനം വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് ബോയിലിംഗ് വാട്ടർ റിയാക്ടർ ഉണ്ട്, പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ ഉണ്ട്, പിന്നെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് വളരെ ചെറിയ മൊഡ്യൂളാണ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ന്യൂക്ലിയർ ഫിഷൻ പഠിച്ചു, ഫ്യൂഷൻ പഠിച്ചു, പിന്നെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ആ ഒരു ഫിഗർ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക, ഫ്യൂവൽ റോഡിനെ കുറിച്ച് മനസ്സിലാക്കുക, കൺട്രോൾ റോഡ്സിനെ കുറിച്ച് മനസ്സിലാക്കുക, മോഡറേറ്ററിനെ കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ശേഷം നമുക്കിനി ഈ ഒരു ബോയിലിംഗ് വാട്ടർ റിയാക്ടറും പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറും ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.